ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് കൊച്ചു സംരംഭകരാണ്. ഒരാള് മെന്റൽ റിഡക്ഷനും അതുപോലെ തന്നെ ഒരാൾക്ക് സെലിബ്രൽ പൾസിങ് ബാധിച്ച റാഹിനെയും അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് റബീഹും. അവരുടെ ഒരു സംരംഭം എന്നത് പേപ്പർ പേന നിർമ്മാണമാണ്. നല്ല വ്യത്യസ്തമായ രീതിയിൽ പ്രകൃതിക്ക് ഇണങ്ങിയിട്ടുള്ള പേനയാണ്. കാരണം ഈ പേന എല്ലാവരും നിർമ്മിക്കുന്ന പേപ്പർ പേനയാണ്. ഇതിനകത്ത് ഒരു സീഡ് പോലിട്ടിട്ടുണ്ട്. ആ സീഡ് തൊടിൽ വലിച്ചെറിയാണെങ്കിൽ അതെന്ത് ചെയ്യും, മുളച്ചിട്ട് തൈകളാവും. അങ്ങനെ പല രീതിയിൽ പല സീഡും ഇതിനകത്ത് അവർ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുപോലത്തെ ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. റബിയെ, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? പിന്നെ പേനൊക്കെ നിർമ്മാണം എങ്ങനെ ഉണ്ട്? അപ്പൊ എടുത്തപ്പോ അവൻ ചോദിച്ചു ഇതെന്താ ചോദിച്ചു. അപ്പൊ ഒന്ന് തുറന്നു നോക്കുമ്പോഴാണ് പേപ്പർ. അപ്പൊ അന്നന്ന് പ്രത്യേകിച്ചും ഞാനൊരു പഴയ പേപ്പർ എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി വെക്കുമ്പോ അപ്പൊ ഒരു ദിവസം താറ് വന്നപ്പോ ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കാന്ന്. അങ്ങനെയാണ് ചപ്പാക്കാലത്തെ കുട്ടികളുണ്ട് പിള്ളേർ കൊണ്ടൊന്ന് അങ്ങനെ ഉണ്ടാക്കി അന്ന് മുതലാണ് ഈ പേപ്പർ പെണ്ണ് ഉണ്ടാക്കി തുടങ്ങിയത്. എത്ര ഉണ്ടാക്കി തുടങ്ങിയിട്ട് എത്ര കാലായി, എത്ര വർഷമായി? 2018 തുടങ്ങിയതാ. അങ്ങനെ ആളുകളൊക്കെ വാങ്ങിക്കുന്നുണ്ടോ പേന? ഇവിടുന്ന് വിൽക്കുന്നുണ്ടോ? കുറെ സ്ഥലത്ത് വിൽക്കുന്നുണ്ടോ? കോളേജിലേക്ക്, സഫ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടില്ലേ? കൊച്ചിൻ കോളേജിലേക്ക് കൊണ്ടുപോകണ്ടല്ലേ? എത്ര രൂപയ്ക്ക് ഞങ്ങൾ പേന വിൽക്കുന്നത്? 10 രൂപയ്ക്ക്. 10 രൂപ ഉള്ളു കേട്ടോ. 10 രൂപ വില ഉള്ളൂ. ഈ ഒരു പേന നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗശൂന്യമാണെങ്കിലും വലിച്ചെറിഞ്ഞാൽ അത് പുറമെ നമുക്ക് വല്ല മുളകിന്റെ തൈകളോ അതല്ലെങ്കിൽ ഒരുപാട് സീഡുകൾ, പല സീഡുകൾ ഇതിനകത്ത് നിക്ഷേപിക്കുന്നുണ്ട്. പല രീതിയിലുള്ള പല വ്യത്യസ്തമായ സീഡുകളാണ് ഇവർ നിക്ഷേപിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പേന വേസ്റ്റ് ആവുന്നില്ല. അത് കഴിഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എന്താണ്, ഒരു ചെറിയ നമ്മുടെ അടുക്കള തോട്ടത്തിലുള്ള സാധനങ്ങളൊക്കെ എന്തായാലും വളർന്നു വരും. എന്നാലും വല്ലാത്തൊരു കാര്യമാണ് ഇതുപോലത്തെ ആളുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ. നമുക്കൊക്കെ ഒരു പ്രചോദനം, വലിയൊരു പ്രചോദനമാണ്. നമ്മളെപ്പോലത്തെ ആളുകൾ ഇതുപോലത്തെ പേനകൾ ഇപ്പോൾ കോംപ്ലിമെന്റ് കൊടുക്കാനൊക്കെ ധാരാളം ആളുകൾ വാങ്ങിക്കൊണ്ടുണ്ട് അല്ലേ? കൊണ്ടുപോയിട്ടുണ്ടല്ലേ? എങ്ങോട്ട്? ഫേസ്ബുക്കില്. അപ്പൊ കണ്ടിട്ട് കുറിച്ച് പോയ സ്ഥലത്തേക്ക് ഫേസ്ബുക്കില് ഒരു പോസ്റ്റ് ഇട്ടപ്പോ ഒരുപാട് ആളുകൾ ഇത് കണ്ടിട്ട് വന്ന് വിളിച്ച് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? കൊറിയറായിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വലിയ ബുദ്ധിമുട്ടാണ് സംസാരിക്കാനൊക്കെ റബി. എന്തായാലും ഇവിടെ ഉണ്ടല്ലേ? മാഷാ അല്ലാഹ്. ദുബായിലേക്കൊക്കെ അടക്കം വിദേശത്തൊക്കെ അടക്കം ഈ പേന ഇവർ നിർമ്മിച്ചിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു സംരംഭം ചെറുതൊന്നുമല്ല, വലിയ സംരംഭം തന്നെയാണ്. ഇതിനെ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ്. ഇതുപോലത്തെ ഇവരൊക്കെ ഒരു ജീവിതമാർഗം കൂടിയാണ്. ചില സംബന്ധം ഇവരെ ഉപ്പ എന്ന് പറയുന്നത് സാധാരണ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് ഉപ്പാക്ക് സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഉപ്പാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റബിയും റാഹിനെയും ഇത് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഇതൊരു വലിയ പ്രചോദനമാണ്. ഇത്രയും ബുദ്ധിമുട്ടിയിട്ടും ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളതിനെ തീർത്തും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. എന്തായാലും നല്ല ഒരു രീതിയിലേക്ക് ഈ ഒരു സംരംഭം വളർന്ന് പന്തലിക്കട്ടെ എന്ന് പല ആളുകളും ഇത് കണ്ടെത്തിയിട്ട് വാങ്ങിച്ച് പല സ്ഥലങ്ങളിലേക്കും ഇതുപോലെ വിദേശത്ത് കിടക്കുന്നത് കൊറിയർ ചെയ്ത് വിട്ടിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. വാങ്ങിച്ചുകൊണ്ടായിട്ട് ഇവിടുന്ന് പറഞ്ഞത്. മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് രണ്ട് കാര്യമാണ്. ഇതൊരു പേപ്പർ പേന എന്നതിലുപരി ഈ പേപ്പർ പേന ഇവർ നിർമ്മിക്കുന്നത് ഈ ഇതുപോലത്തെ വേസ്റ്റ് പേപ്പറുകൾ എടുത്തിട്ടാണ്. വേസ്റ്റ് പേപ്പറുകളും അതും ഒന്നും എന്താണ് പാഴായി പോകുന്നില്ല. ആ വേസ്റ്റ് പേപ്പറുകൾ നിക്ഷേപിച്ചിട്ട് ഇവിടെ പല സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇതാണ് കാണാൻ തന്നെ ഭംഗിയുണ്ടാവുന്നത്. വളരെ നല്ല പല പല വ്യത്യസ്തമായ കളറിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതൊക്കെ ഈ അങ്ങനെ വേസ്റ്റ് പേപ്പർ എടുത്ത് നിർമ്മിച്ച് ആ വേസ്റ്റ് പേപ്പറും ഉപയോഗപ്പെടുത്തിയാണ് ഇത് ചെയ്യുന്നത്. നമ്മളിത് വേസ്റ്റിന് പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. കാരണം വല്ല തൈകളോ മുളക് തൈയോ ഫ്രഷൻ ബൂട്ടോ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവർ ഇതിനകത്ത് സീഡുകൾ നിക്ഷേപിച്ചിട്ടുള്ളത്. വേറെ എന്താണ് പറയാനുള്ളത്?
ഞാനും കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും കണ്ട് ഇത് സപ്പോർട്ട് ചെയ്യുക, വാങ്ങിക്കുക എന്നാണ് റബീഹിന് പറയാനുള്ളത്. ഞാൻ ഇത് നമ്പർ ഞാൻ കൊടുത്തിട്ട് ബയോയില് അവന്റെ ഉപ്പാന്റെ നമ്പർ കൊടുക്കാന്ന് പറഞ്ഞു അല്ലേ? റഹീന എന്ത് പറയല്ലേ? റഹീനക്ക് എന്ത് പറയണ്ടോ? ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. റഹീന നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ, ഉഷാറായിക്കണു. എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതെ പറയാൻ വിട്ടുപോകാൻ പാടില്ല. എന്തായാലും ഇവരുടെ സംരംഭം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല നിലയിലാവട്ടെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തീർത്തും അല്ല റബിയെ? എല്ലാവരും സപ്പോർട്ട് ചെയ്യല്ലേ? റഹീന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്പർ ഒക്കെ നമ്മൾ ബയോയിൽ കൊടുക്കുക, അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ അതിനകത്ത് അവർ കൊറിയറായിട്ട് അയച്ചും ചെയ്യും. ഇവിടെ നിയറസ്റ്റുള്ള ആളുകളോ അല്ലെങ്കിൽ വല്ല സ്കൂളിലേക്കോ കോളേജിലേക്കോ കണിച്ച് കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയും സംവിധാനത്തിൽ അവർ എത്തിച്ചേരും. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.